അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? ശരി സ്നേഹം. ഓക്കെ, ഇന്നത്തെ ഡേന്റെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്രയും ദിവസം നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യേണ്ടെന്ന് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര 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 സ്പെഷ്യൽ എപ്പിസോഡാണ്. ഞാൻ ഇന്നലെ തന്നെ വീഡിയോ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എന്റെ ഇന്നലത്തെ അവസ്ഥയൊക്കെ കണ്ട് മനസ്സിലായെന്ന് എനിക്ക് അറിയാം. അപ്പൊ ഇന്ന് ഞാൻ ജിത്തുബായിനെ കൂട്ടിയിട്ടുണ്ട്. ജിത്തുബായി ഞാനും കൂടിയാവും ഈ ചാനലില് റിവ്യൂ അറിയാം. ബിഗ് ബോസ് റിവ്യൂസ് മാത്രമേ ഞങ്ങളുടെ ചാനലിൽ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ എപ്പിസോഡ് റിവ്യൂ ഞങ്ങൾ രാത്രി പറയും, ഉച്ചയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ലൈവിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് പറയും. അപ്പൊ എന്താ പറയാ, ഇന്നത്തെ എന്തൊക്കെയാ പറയേണ്ടത്, ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ ഇനി പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയണം, എന്തൊക്കെ പറയണം എന്നുള്ളതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ അല്ല, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. കാരണം ഞങ്ങള് എന്താ പറയാ, സായിയാണ് അവിടെ എത്തിയതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് ഭയങ്കരമായിട്ട് ഈ ആഗ്രഹം ആഗ്രഹിച്ചുകൊണ്ടേ ഇരുന്നുണ്ടായിരുന്നത്. ഇത് എപ്പോഴെങ്കിലും അവിടെ എത്തും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അത് എന്ന് എന്നുള്ളതായിരുന്നു ഒരുപാട് കാലത്തെ ഞങ്ങളെ കാത്തിരിപ്പ്. അതിനാണ് ഇന്നൊരു അവസാനം ഉണ്ടായത്. ഇനി കേറിയ അറിയാലോ, നിങ്ങൾ വിചാരിക്കണേ സാധനം കൊണ്ടേ പോരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്, ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞാല്. അപ്പോ നമ്മള് ഇതെന്താന്ന് വെച്ചാൽ നമ്മളിത് റിവീൽ ചെയ്യാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഭയങ്കര കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ്. പക്ഷെ റിവീൽ ആയിരിക്കണം, അതിന്റെ ഇടയിൽ 2-3 ദിവസം മുമ്പ് എല്ലാവരും അറിഞ്ഞിരിക്കണോ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ അറിയാത്തുണ്ടായിരുന്നു, ബാക്കി നാട്ടിലെല്ലാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നിങ്ങള് സായിനെ കാറിന്റെ ഉള്ളിൽ നിന്ന് ബാക്കി ഈ ഇത്ര പോർഷൻ അല്ലേ കണ്ടിട്ടുള്ളൂ, ആ ഒരു ക്യാമറയിൽ നോക്കി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ ബാക്കി ആ വീട്ടില് ഒരു ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ എങ്ങനെ സംസാരിക്കും, അത്രയും ക്യാമറയുടെ ഇടയിൽ എങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇനിയത്തെ എപ്പിസോഡുകളിൽ ശരിക്കും കാണാം. ഞങ്ങൾക്ക് അറിയണ സായിനെ ചിലപ്പോ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഇനിയിപ്പോ നമ്മളെ സായിയാണ്, എല്ലാവർക്കും ഒരുപോലെ അറിയാം എങ്ങനെയാണ് യഥാർത്ഥ സായി എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുള്ള ഇപ്പൊ സ്നേഹം പറഞ്ഞോ അല്ലെ, നമ്മൾ ഈ വീഡിയോയിൽ വരുന്ന സായിന് മാത്രല്ലേ. അപ്പം റിയൽ സായി എന്താന്നുള്ളത് കാണിക്കും. അപ്പൊ നമുക്ക് അത് കണ്ട് സായിനെ മനസ്സിലാക്കാം എങ്ങനെയാന്നുള്ളത്. പിന്നെ ഇത് കുറെ ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ്. ഒരുപാട് ആളുകൾ മെസ്സേജ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ ഈ റിവ്യൂ ചെയ്യണൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, കയറി പോകാൻ പറ്റാത്തതിന്റെ അസൂയല്ലടാ. അതെ, അസൂയാണ് മോനെ, അസൂയാണ്. ഇനി ബാക്കി കളികൾ അതിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ മക്കൾക്ക് കാണാം. അതെ, ഈ അസൂയ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും അവസാനം എന്തായാലും കേറിയല്ലോ. സായിന്റെ ഏറ്റവും വലിയ ഡ്രീം ബിഗ് ബോസ് തന്നെയായിരുന്നു. അത് സായി എല്ലായിടത്തും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സായിക്ക് അങ്ങനത്തെ ഒരു മടിയില്ല. സായിക്ക് വേറെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അത് ചെയ്യണം, ഇങ്ങോട്ട് ചെയ്യണം ഒന്നുമില്ല. ബിഗ് ബോസ് ആണ് ഫൈനൽ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറഞ്ഞാല്. അപ്പൊ അത് എന്തായാലും കേറി, അതും ലാലേട്ടന്റെ മുന്നില്, അതാണ് ഏറ്റവും രസം. അഭിനയ കുലപതി, അഭിനയ തമ്പുരാന്റെ മുന്നിൽ ഇനി ഒരു 6ാം തമ്പുരാൻ. എനിക്ക് പോയി. അതെ, 6ാം തമ്പുരാൻ. നമ്മള് സായിനെ ഏറ്റവും അവസാനമാണ് വിളിച്ചത് 6ാമത്തെ ആളാണ്, 6ാം തമ്പുരാനായിട്ട്. 6ാം തമ്പുരാൻ കപ്പം കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് ഇനി ആ ഒരു 100ാം സ്പെഷ്യലായിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, 100ാം ദിവസം കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ കപ്പം കൊണ്ട് ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് പോരുള്ളൂ. പിന്നെ അതേപോലെ കുറെ ആൾക്കാർ ചോദിച്ച കാര്യങ്ങളാണ്, എന്താ പറയാ, കാറിന്റെ ഉള്ളിൽ ഇരുന്ന് മാത്രമേ വർത്തമാനം പറയാറില്ലൂ. അത് ഇനി അവിടെ പോയിട്ട് അങ്ങനെ കാണാം. അല്ല, അത് ചിലപ്പോ നിങ്ങൾക്ക് എൻട്രി തന്നെ മനസ്സിലായിട്ടുണ്ടാവും, കാറിന്റെ ഉള്ളിൽ മാത്രമാണോ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നെ അതിന്റെ മേക്കോർ നിങ്ങൾ കണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ മാത്രം കണ്ട് ഞങ്ങൾക്ക് ഇത് പുറത്തു പറയാൻ പറ്റാത്തൊരു ഭയങ്കരമായ ആവേശത്തിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ അതിന്റെ മേക്കോറൊക്കെ. അതെ, കുറെ ഊഹാപോഹങ്ങളും കുറെ മുടി വെട്ടി അത് ചെയ്തു ഇത് ചെയ്തതുകൊണ്ട് കുറെ ഇതുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റാത്തോണ്ടാണ് ശരിക്കും പറഞ്ഞാല്. അത് ഭയങ്കര സീക്രട്ട് ആയിട്ട് വെച്ച സാധനങ്ങളായിരുന്നു. അപ്പൊ സീക്രട്ട് എന്ന പേര് അറിയാലോ, സീക്രട്ട് ഏജന്റ്. അവർക്കൊക്കെ സായിന്റെ അടുത്ത് ഇത്രയും വലിയൊരു സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഓരോരോ ചേഞ്ചസും ആൾക്കാർ നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും ഒരുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സായി വരണം 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 എന്നുള്ളതായിരുന്നു. അപ്പം ഇപ്പൊ സായി അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരെയും സപ്പോർട്ടാണ് സായിക്ക് അത്യാവശ്യമുള്ളത്. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് അറിയാം. അതെ, അത് പിന്നെ അതേപോലെ ഭയങ്കര നല്ല ഹൈപ്പ് ഉണ്ട്, നല്ല എക്സ്പെക്ടേഷൻ എല്ലാവരും. അപ്പൊ അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് എന്തായാലും ഉണ്ട്. അതിന് ഒരു കുറവുമില്ല. അപ്പോ എന്താ പറയുക, സായി ഇപ്പം നമ്മള് സംസാരിച്ച സമയത്തും സായി ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് പോയുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സായിനെ എങ്ങനെയാണോ തോന്നുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ സായി കളിക്കേണ്ടത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ അതേപോലെ സായി അതിലൊരു പറഞ്ഞത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുക. അപ്പോ ഇനി അവിടെ ചെല്ലുമ്പോൾ അത് കുറച്ച് മാറ്റി വെക്കും എന്നുള്ള ഒരു ചെറിയൊരു ഹിന്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങളെല്ലാരും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. കാരണം ആ സമയത്ത് പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങളിൽ ചിലപ്പോൾ അതൊക്കെ പുറത്തേക്ക് വരാം. നമ്മളെ ജാനുമണി ചേച്ചിന്റെ അസിസ്റ്റന്റ് ആവുന്നുള്ളതല്ല. അതെ, സായിന്റേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്ത് തന്നെയാവും പോകുന്നുണ്ടാവുക. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാനോ ഒരാളെയും അങ്ങനെ മീൻസ് ടാസ്കുകളിൽ ഗ്രൂപ്പായിട്ട് കളിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒരിക്കലും സിംഗിൾ ആയിട്ട് ഗെയിം കളിക്കുന്നതിൽ ഒരിക്കലും തടസ്സം വരില്ല.
അപ്പൊ എന്താണെങ്കിലും സായി മാത്രല്ല എന്ന് സായിന്റെ കൂടെ തന്നെ നമുക്ക് പരിചയമുള്ള പൂജേനൊക്കെ നമുക്ക് എല്ലാവർക്കും അഭിഷേക്, 2 അഭിഷേകുമാര്, പിന്നെ നന്ദന, സിബിൻ, DJ സിബിൻ. അപ്പൊ അതിന്ന് എല്ലാത്തും നിങ്ങൾക്ക് കാണാം. ഞങ്ങളെല്ലാരും ഇങ്ങനെ കാത്തിരിക്കുന്നു, ഇപ്പൊ വരും വിചാരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി ഇത് 6ാം തമ്പുരാനായിട്ട് ലാസ്റ്റ് വരുള്ളൂ എന്നുള്ള ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഞങ്ങൾക്ക് അറിയായിരുന്നു അത് അതേ ഒരു നമുക്കൊരു തോന്നലുണ്ടായിരുന്നു എന്തായാലും. പിന്നെ അത് അങ്ങനെ ആവണേന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു സ്പെഷ്യൽ ആണല്ലോ 6ാമത് വരിക എന്ന് പറയണതും. പിന്നെ ലാലേട്ടന്റെ സംസാരങ്ങളും നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതിലെല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ വന്ന സമയത്ത് ഒരു ഗെയിം പോലെ കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളുകൾ ചോദിക്കുമ്പോൾ എല്ലാരും നമ്മളെ അപ്സരയാണ് ആളുകളൊക്കെ പറഞ്ഞത്, ബാക്കി ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സായി ഗബ്രീനെ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതില് കുറെ ഇതും വരുന്നുണ്ട്, കമന്റ് വരുന്നുള്ളതും എന്തുകൊണ്ട് ഗബ്രി എന്നുള്ളതും ഗെയിമിൽ കാണാം. അതെ, അത് നമ്മളീ ഫസ്റ്റ് കാണുന്നത് മാത്രം വിചാരിച്ച് നിക്കരുത്. ഇപ്പൊ തന്നെ കുറെ പേരെ പറയാൻ തുടങ്ങി, ഇംപ്രഷൻ പോയി, അത് പോയി, ഇത് പോയി. പക്ഷെ സായി ചെയ്യുന്നതിൽ എല്ലാത്തിനും ഒരു മോട്ടീവ് ഉണ്ട്. അതല്ലാതെ സായി ഒരു സാധനം പോലും കളിക്കില്ല. അതായത് നിങ്ങൾക്ക് ഇനി നാളത്തെ പ്രൊമോയില് കണ്ടപ്പോഴും കണ്ടില്ലേ, എന്താ പറയാ, ആ ഒരു സീൻ നിങ്ങൾക്ക് കാണാം. നമുക്ക് നാളെ മുതൽ ഇനിയിപ്പം ഞങ്ങളായിട്ടൊന്നും പറയില്ല, നിങ്ങൾ നേരിട്ട് കണ്ടോ. ഇനിയിപ്പോ നമ്മളെല്ലാരും ഒരുമിച്ച് കാണാൻ പോകില്ല. നമുക്കറിയാം എന്താണ് സായി ഇപ്പൊ ഇന്ന് കാണിച്ചത്. ഇന്നിപ്പം നമ്മളെ ഗബ്രിക്ക് ഒരു മാലിട്ടിട്ട് പറഞ്ഞു ഇഷ്ടപ്പെടുന്ന പ്ലെയർ ഗബ്രിയാണെന്നുള്ളത്. അത് എന്ത് ഇഷ്ടാന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് കാണാം, എത്രമാത്രം ഇഷ്ടം ഉണ്ടാവും എന്നുള്ളതൊക്കെ. അതേപോലെ പിന്നെന്താ പറഞ്ഞത്, പിന്നെ ഇത്രയും കാലം സായി ബാക്കിയുള്ളവരെ വെച്ചിട്ടാണ് അരി മേടിക്കുന്നത്. ഇനി ഞങ്ങൾ സായിന്റെ വൈഫും ഫ്രണ്ടും സായിനെ വെച്ചിട്ട് അരി മേടിക്കാൻ പോവാണ്. ഞങ്ങൾക്കും കുറച്ച് അരി വേണം. ഇപ്പൊ കുറെ കാലമായി അരി മേടിക്കണം. സായിനെ വെച്ച് ഞങ്ങൾ ഇനി അരി മേടിക്കും. സായി വരുമ്പോഴത്തേനും ബിരിയാണി ആവും ഞങ്ങൾക്ക്. അതെ, പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ പിന്നെ മേക്ക് ഓവർ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മേക്ക് ഓവറിന്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചാനലിൽ ഇടുന്നതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലും കാണാം മേക്ക് ഓവറും കൊളാബും ഒക്കെ, ഡ്രസ്സിന്റെയും സ്യൂട്ടും ഒക്കെ സാധനങ്ങളൊക്കെ കൊളാബറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്ക് ഓവർ, പിന്നെ അവസാന സമയത്താണ് താടി പഠിച്ചിട്ടോ. അതൊരു ഭയങ്കര ഞങ്ങളോട് പറഞ്ഞു താടി പഠിക്കുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് പേഴ്സണലി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ കണ്ടപ്പോൾ കൊട്ടും സൂട്ടും മറ്റേ ബ്ലേസറും സംഭവങ്ങളൊക്കെ ഇട്ടപ്പോ ലുക്കായിട്ടുണ്ട്. മുടി കളർ ചെയ്തതും ലാലേട്ടൻ പറഞ്ഞു, എന്താ പറയാ, ഫുള്ള് ചേഞ്ച് ആയല്ലോ അത് എന്താന്ന് വെച്ചാൽ അതാണ് കാരണം. ലാലേട്ടന്റെ മിക്കവാറും മുന്നേ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു മേക്ക് ഓവർ കണ്ടപ്പോ ലാലേട്ടനും ഒന്ന് അന്തം വിട്ടുണ്ടാവും എന്തായാലും. അപ്പൊ പ്രോഗ്രാം ഇനി നമുക്കിനി ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇന്നിപ്പം ഗെയിം ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനിയിപ്പം ഇന്ന് വീട്ടിൽ കയറി ഉണ്ടാവും. അതായത് ഇന്ന് രാവിലെ കയറി ഉണ്ടാവും. അവര് പറഞ്ഞല്ലോ നാളെ പറഞ്ഞല്ലോ. അപ്പൊ ലൈവിൽ അത് കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് നാളെ കാണുള്ളൂ. നാളത്തെ ലൈവില് മുതലാവും സായിനെയും ബാക്കിയുള്ള ഇന്ന് കയറിയ എല്ലാ കണ്ടസ്റ്റൻസിനെയും നമ്മളതിൽ കാണുന്നുണ്ടാവുക. ഇനി അപ്പൊ ആ വീടൊരു പൂരപ്പറമ്പാവും എനിക്ക് തോന്നുന്നത്. നമുക്കറിയണത് സായിനെ കുറിച്ചാണ്, അതുകൊണ്ടാണ് നമ്മൾ സായിനെ കുറിച്ച് സംസാരിച്ചത്. ബാക്കി കയറിയിട്ടുള്ള എല്ലാരും ജിലാണെന്നുള്ളതാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇനി വീടൊന്ന് കുലുങ്ങും. വീട് കുലുക്കാൻ തന്നെയാണ് പോയത്. കപ്പും കൊണ്ടല്ലാതെ ഞാൻ എന്തായാലും പറഞ്ഞിട്ട് വീട്ടിക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പൊ സായി പറഞ്ഞിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി കളികൾ ഇനി അതില് കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ മൊത്തത്തില് ഞങ്ങള് നല്ല രീതിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്തത് എങ്ങനെയാലും കപ്പ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ കറണ്ട് പോകുന്ന സമയത്ത് അവിടെ എടുത്ത് ഓടിയാലും വേണ്ടില്ല, കപ്പും കൊണ്ടേ പോരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു വൈൽഡ് കാർഡ് വിന്നർ ആയാലോ അല്ലെ ജിത്തുഭായി? വൈൽഡ് കാർഡിന് വിന്നർ ആവാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കണല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് ഇപ്രാവശ്യം നമുക്കൊന്ന് വൈൽഡ് കാർഡ് വിന്നർ ആക്കിയാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. സാധാരണ സായി പറയുന്ന പോലെ നമ്മൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്ക് പിന്നെ അതേപോലെ വേറെ കാര്യം പറയണ്ടേ, ഈ ചാനലില് ഞങ്ങൾ റിവ്യൂ പറയുമ്പോൾ ഒരിക്കലും സായിനെ സപ്പോർട്ട് ചെയ്ത് മാത്രം ഇടില്ല. ഞങ്ങൾ നല്ലതും പറയും ചീത്തതും പറയും. സായിന്റെ ഉള്ളിൽ എങ്ങനെ എന്താണോ കളിക്കുന്നത് അത് പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് സായില് നന്നായി കളിച്ചാൽ നല്ലത് പറയും, സായില് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അതും എടുത്ത് കാണിക്കും. സായിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം കാണിക്കാനാണ് ഇപ്പൊ ഞങ്ങൾ വരുമ്പോ നിങ്ങൾ അതായിരിക്കും പ്രതീക്ഷ. കുറെ പേര് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മറുപടിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. സായിനെ മാത്രം പൊക്കി അടിച്ചിരിക്കില്ല, നമ്മൾ എന്തായാലും നല്ലതും പറയും ചീത്തയും പറയും. പിന്നെ ഞങ്ങൾ ആഗ്രഹിക്കണേ ചെയ്യാൻ വേണ്ടിട്ട്. ഇനി ബാക്കിയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ വേറൊരു സാധനം ഉണ്ട്, സായി അവിടെ കളിക്കുമ്പോൾ സായിന്റെ മുന്നിലുള്ള സാധനങ്ങൾ മാത്രം സായിക്ക് കാണാറുള്ളൂ. പക്ഷെ റിവ്യൂ പറയുമ്പോൾ എല്ലാ ക്യാമറയൊന്നും കാണും. അപ്പൊ നമ്മളാവും ബാക്കി കാണാം. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ സായി അത് കണ്ടില്ലല്ലോ ഇത് കണ്ടില്ലല്ലോ എന്നുള്ള വിചാരം നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ ഓവറോൾ റിവ്യൂ ആവും പറയാ സായി എന്താ ഉണ്ടാവുക, എന്താ ചെയ്യാന്നൊക്കെ ഉള്ളത്. ഇത്രയും ദിവസം നമ്മള് റിവ്യൂ പറയുമ്പോൾ അവിടെ കുറച്ച് ആളുകളും ആ കണ്ടസ്റ്റൻസിനെ കണ്ടിട്ട് അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് സ്പെഷ്യലാണ്, ഞങ്ങളൊരാളും കൂടെ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ എന്നിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ പറയണ്ടാവും എന്നുള്ളത് നിങ്ങളും
മെയിൻ ആയിട്ട് ഫോക്കസ് ഒന്നും ചെയ്യില്ല. നമ്മള് നോർമൽ ആയിട്ട് സായി എന്താ ചെയ്യുന്നത് ബാക്കി എല്ലാവരും ചെയ്യുന്നത് ആ അന്നത്തെ ദിവസം എന്താണ് മെയിൻ എല്ലാ ഹൈലൈറ്റ്. ദിവസവും ചെയ്ത പോലെ തന്നെ. പക്ഷെ ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയാലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്പെഷ്യലാണ് പറയാൻ പോണ കാര്യങ്ങളെല്ലാം. ഇനി ഞങ്ങൾ ഒന്നും കൂടെ നന്നായിട്ട് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അതെ, അപ്പൊ നിങ്ങളെല്ലാരും 24/7 കാണണം. നമ്മൾ ഇനി നാളെ മുതൽ റെഡി അല്ലേ ഫുള്ള് കാണാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടി ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാണണം എങ്ങനെ എന്തൊക്കെയാന്നുള്ളത്. പിന്നെ എന്താ പറയാ, സായിക്കാക്കോ സായിക്കാക്ക അല്ല, പുതിയ തുടങ്ങി സബ്രി, സായി പ്ലസ് ഗബ്രി സബ്രി തുടങ്ങിയിരിക്കുന്നു. അതേപോലെ പിന്നെ നമ്മുടെ പേജ് ഏജന്റ് ബോസ് അല്ലേ, ഏജന്റ് ബോസിൽ കുറെ അപ്ഡേറ്റ്സ് കാണാം. അതാണ് നമ്മുടെ ഒഫീഷ്യൽ പേജ്. അപ്പോ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞല്ലോ, അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതുമായിട്ട് അപ്ഡേഷൻസ് ഒക്കെ അതിൽ കാണാം. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ നമ്മളെ മുന്നത്തെ കാര്യങ്ങൾ ജാൻമണി പറഞ്ഞ കാര്യങ്ങളും മറ്റേത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ നമ്മളൊന്നും അതൊക്കെ പറയാനുള്ള നമുക്കൊരു മൂടില്ല. കാരണം നമ്മളെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒരുപാട് നമ്മളെ പ്രതീക്ഷകൾക്കൊക്കെ ഒരു സക്സസ് ആയിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ബാക്കിയൊന്നും പറയില്ല. നിങ്ങളെല്ലാരും എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. എന്നാലും ഇന്നിപ്പോ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജാൻമണീനെ ഇട്ടിട്ടൊന്ന് കുടഞ്ഞിട്ടുണ്ട്. ജാൻമണി ഇപ്പോഴും ജാൻമണിക്ക് വലിയ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ പറയുമ്പോ എന്ത് പറയുന്നു, കുട്ടികളൊക്കെ ഒരു കാര്യം എന്നൊക്കെ ഉള്ള പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ജാസ്മിൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് വളരെ കറക്റ്റ് അല്ല ജാൻമണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ വരും ദിവസങ്ങളിലൊക്കെ ഇനി ഏതൊക്കെയെന്നൊക്കെ നമുക്ക് നോക്കി കാണാം. അതേപോലെ സായിന്റെ ടാർഗറ്റ് ഒരാൾ മാത്രമല്ല, രണ്ടുപേരും മാത്രമല്ല, എല്ലാവരും സായിന്റെ ടാർഗറ്റ്സ് ആണ്. ഒരാളെന്നൊന്നുമില്ല, എല്ലാവരും ടാർഗറ്റ്സ്. കാരണം ബാക്കി അതിൽ ബാക്കി എല്ലാം സായിന്റെ ഓപ്പോസിറ്റ് കണ്ടസ്റ്റൻസ് ആണ്. അവരെല്ലാരെയും ടാർഗറ്റ് ചെയ്ത് എല്ലാവരും ആരെയും അവിടെ സുഖിപ്പിക്കാനോ അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി സായിന്റെ ഉള്ളിൽ പോയിട്ട് എന്ത് കളിക്കുന്നുള്ള അറിയില്ല. ഇനി ബാക്കി പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അപ്പോ മിക്കവാറും എല്ലാ ആഴ്ചയിൽ നോമിനേഷനിൽ വരും, ഉറപ്പുള്ള കാര്യമാണ്. സായിന്റെ കളി കണ്ട് സത്യസന്ധമായിട്ട് എല്ലാവരും വിലയിരുത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്തിട്ട് സായിനെ സപ്പോർട്ട് ചെയ്യാം. കപ്പ് മലപ്പുറത്തുകാരോടാണ്. അതെ, നമ്മുടെ മലപ്പുറത്തേക്ക് ഈ കപ്പ് കൊണ്ടുവരണം അല്ലേ ജിത്തുഭായി? നമ്മുടെ കാറിൽ അതിന് വേണ്ടി ഒരു സ്പേസ് വരെ ചെയ്യും. നടുവിൽ ഞങ്ങളൊരു സാധനം ഇവിടെ വെക്കും, ഒരു ഒഴിവ് വെക്കും, അവിടെ കപ്പ് നമ്മളിങ്ങനെ പ്രതിഷ്ഠിക്കും. അപ്പൊ മലപ്പുറത്തേക്ക് കപ്പ് കൊണ്ടുവരണം. അപ്പൊ സായിക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും എല്ലാവരുടെ വകയിലുണ്ട്. അപ്പൊ ഇന്നത്തെ ഞങ്ങൾ കണ്ടത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാ ഫാമിലിയുടെ കൂടെയാണ് കണ്ടത്, ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കണ്ടു. അപ്പൊ അത്രയല്ലേ ഉള്ളൂ പറയാം. സായി തിരിച്ചു വരുമ്പോ ഞങ്ങളൊരു 6ാം തമ്പുരാനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ പോവല്ലേ? അപ്പൊ എന്താ പ്ലാനോ? അരുത് കാട്ടാള പിന്നെ കൊണ്ട് പ്ലാനുകൾ പുറത്തെടുക്കുക. അപ്പൊ അവിടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യല്ലേ എല്ലാം? ഞാനൊരു പാവല്ലേ, വളരെ പാവല്ലേ അല്ലേ ജിത്തുഭായി? പറയണ്ടോ? ഇത്രയും പാവത്തിനെ കണ്ടില്ല. കാണാലോ. വായല് വിരലിട്ടാ കടിക്കാത്തൊരു പാവമാണേ. നമുക്ക് കൂട്ട് ഇവരാരും ചോദിക്കൂല, ഞാനും ചോദിക്കൂല. കണ്ടറിഞ്ഞ് തരാൻ പറ്റിയും തന്നോളൂ. എല്ലാ ആഴ്ചയിലും നോമിനേഷനിൽ വരും. നിങ്ങൾ എല്ലാവരും വോട്ട്. എല്ലാ ആഴ്ചയും നോമിനേഷൻ വരും. എല്ലാ ജയിലിലും കയറും. സകല കച്ചറേന്റെ കൂട്ടത്തിലും ഉണ്ടാവും. അത് ആദ്യം ഉറപ്പായിരുന്നു. അതെ, ചത്താലും കരയാനും പോണില്ല. കരഞ്ഞാ ഞാൻ അന്ന് അവിടെ വിറ്റ്. പിന്നെ ആരും സെന്റിക്കാതെ പ്രതീക്ഷിക്കാതെ, ഒരാള് സെന്റിക്കാതെ പ്രതീക്ഷിക്കണ്ട. കഥ സെന്റി ആയിരിക്കും, പക്ഷെ പറയുന്ന രീതി വേറെ ആയിരിക്കും. കാരണം നമുക്ക് ആരും പറഞ്ഞ ശീലമുള്ളടെ. അപ്പൊ നമുക്കിനി ബിഗ് ബോസിൽ കാണാട്ടോ. ഇത് ഞങ്ങള് മലപ്പുറക്കാരുടെ ആറാട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇനി ബിഗ് ബോസ് ശേഷം സ്ക്രീനിൽ പൊളിക്കണ്ടേ? ഞാൻ അവിടെ പൊളിച്ചോണ്ട് പൊളി കൂടി പുറത്താക്കാൻ ഞാൻ 3 മാസം ഇനി ഞങ്ങളാണ് ശരിക്കും ബിഗ് ബോസിൽ. ഞങ്ങള് ആണ് പുറത്തിറങ്ങാൻ പറ്റാതെ കൊടുക്കുന്നത്. അടിച്ചു പൊളിക്കായിരിക്കും.